കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിരാലംബരായിട്ടുള്ള മക്കളെ ഞങ്ങൾ തിരിച്ച് ഇപ്പോഴ് അങ്ങയുടെ തിരുസന്നിധിയിൽ വേദനയോടെ ഓർക്കുന്നു. സഹായിക്കാൻ ആരുമില്ലാത്തവർ, അവരുടെ വിഷയം പോലും അവർക്ക് മറ്റുള്ളവരോട് സംസാരിച്ച് ഫലിപ്പിക്കാൻ അറിയാൻ പാടാത്തവർ, ഇൻ്റർവ്യൂവിന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞ് ഫലിപ്പിക്കാൻ ഭാഷ കൊണ്ട് പരിമിതപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈശോയെ കർത്താവെ, അവരൊക്കെ നീ ഒരു ചോദ്യം പോലും ചോദിക്കാതെ പല മനുഷ്യരെയും നീ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് സാക്ഷ്യം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ എല്ലാ തരത്തിലുമുള്ള ആൾക്കാരെ നമ്മുടെ ബലഹീനതയിലാണ് അവൻ ഏറ്റെടുത്തതെന്ന് അങ്ങയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എത്ര മനോഹരമാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുക്കുന്നവൻ, ഞങ്ങളുടെ ബലഹീനത ഏറ്റെടുക്കുന്നവൻ. പല ആൾക്കാർക്ക് ചിരിക്കാൻ പോലും പ്രയാസമാണ്. ചിലർക്ക് ഡിപ്രഷൻ ലുക്കാണ്. അവരെന്ത് പറഞ്ഞാലും അവർ ചിരിക്കത്തുമില്ല, സന്തോഷിക്കത്തുമില്ല, അവരെ മറ്റുള്ളവർക്ക് ഇഷ്ടവുമല്ല. ഇങ്ങനെ ബലഹീനമായിട്ടുള്ള വ്യക്തികളെ പോലും കർത്താവോട് ജീവിക്കുന്നതിന് മറ്റുള്ളവരെ സന്ധിപ്പിക്കുകയും അങ്ങ് അവർക്ക് പ്രത്യേകമായ കൃപയും അവരോട് മറ്റുള്ളവർക്ക് ഒരു താപവും എല്ലാം കൊടുത്തുകൊണ്ട് അങ്ങ് നിലനിർത്തുന്നുണ്ട്. കർത്താവെ, നിലനിൽപ്പിൻ്റെ വരം എല്ലാവർക്കും കൊടുക്കണം. നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നാത്തിനാണ് എഴുന്നേറ്റത് എന്ന് ചിന്തിച്ചിട്ട് ഒന്നും ചെയ്യാനില്ലല്ലോ, ആരും നമ്മളെ സഹായിക്കാനില്ലല്ലോ, ആര് ഞങ്ങൾക്ക് വേണ്ടി ആ തടസ്സം മാറ്റിത്തരും എന്നുള്ള വിഷയം പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കുണ്ട്. ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. ഓർത്തിരുന്നെങ്കിൽ എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നത്, പക്ഷേ ഞാൻ ഓർത്തില്ല. കഴിവില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഉടമ്പടി തന്നപ്പോൾ പറഞ്ഞത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. എന്നുവെച്ചാൽ ഞങ്ങളുടെ കഴിവിൽ ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ മതി. കൃപ അവൻ സൗജന്യ ദാനമായി എല്ലാവരിലേക്കും ഒഴുകുന്ന ഈ സമയത്ത് കർത്താവെ, അങ്ങയുടെ കൃപയ്ക്ക് അവകാശം ഓഹരിയാക്കാൻ ഞാനീ പ്രാർത്ഥിക്കുന്ന മക്കൾ അങ്ങ് പ്രത്യേകമായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അതുപോലെ തന്നെ ജീവിത പ്രയാസങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, ജീവിത മാർഗമില്ലാത്ത അവസ്ഥ, വരുമാന മാർഗമില്ലാത്ത അവസ്ഥ, കുടുംബത്തിന് സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ, കുടുംബം ഭാര്യാഭർത്തകമായി പിരിഞ്ഞ അവസ്ഥ, മക്കൾ അകലങ്ങളിൽ അകപ്പെട്ടു പോയ അവസ്ഥ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു.